ഇന്ത്യ-ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിന് നാളെ തുടക്കം. യുവനിരയാണ് ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഇന്ത്യൻ ടീം. ഇംഗ്ലണ്ടിലെ ലീഡ്സിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മുതലാണ് മത്സരം. 5 മത്സരങ്ങളടങ്ങിയ ഈ പരമ്പരയോടെ ഇന്ത്യയുടെ പുതിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സർക്കിളിന് തുടക്കമാകും. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ശേഷമുള്ള ആദ്യ ടെസ്റ്റ് പരമ്പരയ്ക്കാണ് ലീഡ്സിൽ തുടക്കമാകുന്നത്. സമീപകാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവനിരയാണ് കളത്തിലിറങ്ങുന്നത്. സായ് സുദർശൻ, യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, രവീന്ദ്ര ജഡേജ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, ഹർഷദീപ് സിംഗ്, ഹർഷിത് റാണ തുടങ്ങിയ യുവനിരയാണ് ടീമിലുള്ളത്. കോഹ്ലിയുടെ 4ാം നമ്പറിലാകും ഗിൽ ഇറങ്ങുക. പേസിനെ പിന്തുണയ്ക്കുന്ന ഇംഗ്ലണ്ടിലെ പിച്ചിൽ ഇന്ത്യൻ ടീമിൽ ഹർഷിത് റാണ ഉൾപ്പെടെ 7 പേസർമാരാണ് ഉള്ളത്. അതേസമയം ഇന്ത്യൻ ടീമിൽ സ്റ്റാർ ബാറ്റ്സ്മാൻ കരുൺ നായരുടെ പരിക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വിദേശ പിച്ചിൽ പരിചയസമ്പന്നരല്ലാത്ത കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയത് ഇന്ത്യക്ക് വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ. ആദ്യ ടെസ്റ്റിനുള്ള ഇംഗ്ലണ്ട് പ്ലേയിങ് 11-ൽ മാറ്റങ്ങളുമുണ്ട്. ക്രിസ് വോക്സ് ഇംഗ്ലണ്ട് നിരയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ജേക്കബ് ബഥേലിന് പകരക്കാരനായി ഒല്ലി പോപ്പിന് അവസരം ലഭിച്ചു. പരിക്ക് മൂലം കഴിഞ്ഞ 2 ടെസ്റ്റുകളിൽ നിന്ന് വിട്ടുനിന്ന വോക്സ് സാം കുക്കിന് പകരക്കാരനാകും. വിശ്രമത്തിലായ ഗസ് ആറ്റ്കിൻസണിന് പകരക്കാരായി ബ്രൈഡൻ കാർസും ടീമിലെത്തിയിട്ടുണ്ട്. ആദ്യ ടെസ്റ്റിന് മഴ ഭീഷണിയുണ്ട് എന്നാണ് പ്രവചനം. പിച്ച് ബാറ്റിങ്ങിനെ പിന്തുണയ്ക്കുമെങ്കിലും പേസർമാർക്ക് കൂടുതൽ സ്വിംഗ് കിട്ടുവാനുള്ള സാഹചര്യമാണ് ലീഡ്സിലുള്ളത്. 18 വർഷത്തിനു മുമ്പാണ് ഇംഗ്ലണ്ടിൽ ഇന്ത്യ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കിയത്. 2007-ൽ രാഹുൽ ദ്രാവിഡിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ അവസാനമായി ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് പരമ്പര നേടിയത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.